ഇനി ഈ ആഭരണങ്ങളും കവചകുണ്ടലവും എടുത്ത് മാറ്റിയാ മതി. കവചകുണ്ടലങ്ങളെല്ലാം ഒന്നാം പാണ്ഡവൻ കർണനുള്ളതാ. അത് അറുത്ത് മാറ്റാനേ പറ്റൂ. ഈ ആഭരണങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. ശങ്കര, ആ ഡോർ നടച്ചേക്ക്. ശരി ഡോക്ടർ. ശരിട്ടാ, ഞാൻ പോവാം. ഡോക്ടർ, ചായ. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് യാമിനിയോടാണ്. അതായത് ആർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. സാറിന്റെ പുനർജന്മമാണിത്. യെസ്, പുനർജന്മം എന്ന് തന്നെ പറയാം. ഒരു വല്ലാത്ത അത്ഭുതമാണ്. മെഡിക്കൽ സയൻസിന് പോലും അപ്രാപ്യമായ കാര്യം. ദൈവം നേരിട്ട് നിയോഗിച്ച ഡോക്ടറാണ് ഡോക്ടർ ദേവദത്ത. അതിലുപരിയായി വർമ്മ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിചരിക്കുകയും ജീവൻ പോലും തിരിച്ചുപിടിച്ച ആ സിസ്റ്റർ പവിത്ര. നമ്മൾ ഈ ഫാദർ ഡാമിയലിനെ കുറിച്ചും ഫ്ലോറൻസ് നൈറ്റിംഗലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷേ സിസ്റ്റർ പവിത്ര ഒരു ഫ്ലോറൻസ് നൈറ്റിംഗൽ തന്നെയാണ്. ആ സിസ്റ്റർ എന്റെ ഒരു താങ്ക്സ് പോലും കേൾക്കാൻ നിൽക്കാതെ യാത്ര പോലും പറയാതെ പോയി. സിസ്റ്റർ പവിത്ര ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് കല്ലേറ് കൊണ്ടവളാണ്. വർമ്മ സാറ് ഇനി ഒരിടത്തും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം. ശരി.